നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് അമല് കല്യാണിയോട് പറഞ്ഞു, കല്യാണി ചേച്ചി ഇതുവരെയായിട്ട് അവര് പോയിട്ട് വന്നില്ലോ, എന്താ ഏതാ എങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, പേടിക്കേണ്ട അമലു, കിരണേട്ടൻ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും പറഞ്ഞു. അപ്പോഴേക്കും കാർത്തിക പറഞ്ഞു, എനിക്ക് ആ ഒരു കാര്യത്തില് വിശ്വാസമില്ല കല്യാണി. കാരണം അവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്ത്രശാലിയ, ഏത് വിധേനയും കത്തിമുനയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോയ ചരിത്രമുണ്ട്. ചെന്നൈ വെച്ചിട്ട് അവന്റെ ചുറ്റു ശത്രുക്കൾ വന്നിട്ട് അവൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോയതാ. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവൻ ഇത്തിരിയെങ്കിലും ഒന്ന് മുട്ടും മടക്കിയിട്ടുണ്ടെങ്കിൽ അത് കിരണിന്റെ മുന്നിൽ മാത്രം. കിരണിനെ മാത്രമാണ് ഇത്തിരി പേടിയുള്ളൂ. കിരണിന്റെ മുന്നിൽ ആകപ്പെട്ട അവന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് അവന് ഉറപ്പുണ്ട്. അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, ആ ഒരു വിശ്വാസത്തിലാണ് ഞാന്. പക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവര് വന്നെങ്കിലല്ലേ എന്തെങ്കിലും കാര്യം അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് ഒരു കാറിന്റെ ഹോണിന്റെ ശബ്ദം കേട്ടെ. അത് കിരണും രതീഷും ഒക്കെ അന്ന് മനസ്സിലായി. അങ്ങനെ കിരണയ്ക്ക് അകത്തേക്ക് കയറി വരുവാണ്. കിരണെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി ചോദിച്ചു, എന്താ കിരണേട്ടാ ഇതെന്താ എത്ര താമസിച്ചെന്ന് ചോദിച്ചു. ഒരുത്തനെ കൈ കിട്ടിയതാ, അവൻ പക്ഷെ രക്ഷപ്പെട്ടെന്ന് പറയണേ. രക്ഷപ്പെട്ടെന്നോ? അതെ, അവൻ ആ പാലത്തിനും മുകളിൽ നിന്ന് പുഴയിലേക്ക് ചാടി. പക്ഷെ അവന്റെ പിന്നാലെ ഞാൻ ചാടിയതാ. അവൻ മുങ്ങാങ്കുഴി ഇട്ട് പോയി. എനിക്ക് അവനെ പിടികൂടാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല കിരണേട്ടാ, ഇനിയിപ്പോ അവൻ വെള്ളത്തിലെങ്ങനെ മുങ്ങിപ്പോയി കാണുമോ? അവന് നീന്തി പോയിട്ടുണ്ട്, അവൻ അങ്ങനെയൊന്നും മരിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, ഇതിപ്പോ നിരാശയായല്ലോ ബലം. അവനെ തീർക്കാന്ന് കരുതി ഇരുന്നിട്ട് തീർക്കാനുള്ള എല്ലാ അവസരങ്ങളും കൈ കിട്ടിയതായിരുന്നു കല്യാണി. പക്ഷേങ്കിൽ അവൻ ഇങ്ങനെ ഒരു കാര്യം കാണിക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷയല്ലോ. പിന്നെ പോരുന്ന വഴിക്ക് ദിലീപിന്റെ അടുത്ത് കയറി ദിലീപിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സഞ്ജയനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം നടത്താന്നാ ദിലീപ് പറയുന്നത്. ഇനിയിപ്പോ അമാന്തിച്ചു കൂടാന്ന് കാർത്തി പറഞ്ഞു. അതിന്റെ ആവശ്യമുണ്ടോ കിരണേ? പിന്നെ കല്യാണം നടത്താതെ ഇനിയിപ്പോ അവനെ രക്ഷപ്പെടാൻ വിടാനായിട്ടോ? ഈ കല്യാണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അവന് വലിയൊരു ഷോക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. ഈ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയില്ലേ ദിലീപിന്റെ അച്ഛനെ അവൻ കൊന്നു കളഞ്ഞേ. അപ്പൊ പിന്നെ ദിലീപിനും വാശിയായി, എന്തൊക്കെ വന്നാലും ഈ കല്യാണം നടക്കണമെന്ന് ദിലീപ് പറയണേ, അല്ലെങ്കിൽ ദിലീപ് തോറ്റുപോകുന്നു. ഇത് കേട്ടപ്പോ കല്യാണി കാർത്തിയോട് പറഞ്ഞു, കാർത്തിയേച്ചി കല്യാണത്തിന് സമ്മതിക്കാതിരിക്കരുത്, കല്യാണത്തിന് സമ്മതിക്കണം. സമ്മതിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ തോറ്റുപോകുന്ന ദിലീപ് ഏട്ടനും കൂടെ ആയിരിക്കും. അപ്പോഴേക്കും രതീഷ് പറഞ്ഞു, ഇപ്പൊ തന്നെ അച്ഛന് വയ്യാതിരിക്കുമല്ലേ. കാരണം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ അച്ഛന് ടെൻഷൻ സഹിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പം ഈ കല്യാണത്തിന് കാർത്തിയെ സമ്മതിച്ചില്ലെന്നും കൂടെ ഇല്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അതേക്കാൾ കൂടുതൽ വിഷമം. വെറുതെ ആ മനസ്സിനെ വേദനിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അതുകൊണ്ട് കല്യാണത്തിന് സമ്മതിച്ചാൽ മതിയാവുള്ളൂ പറഞ്ഞു. കാർത്തിക പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കിരൺ പറഞ്ഞു, ഇനിയിപ്പോ എന്തൊക്കെ വന്നു പറഞ്ഞാലും അവൻ ഒരു കാരണവശാലും ഈ കല്യാണം മുടക്കാനായിട്ട് ഇനി വരത്തില്ല. അവന്റെ കാര്യം ഞാൻ എങ്ങനെയാണെങ്കിലും തീർക്കും. അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് കിരൺ അങ്ങോട്ട് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോ വേലുവിന്റെ അടുത്തേക്ക് അമലു വന്നു. എന്നിട്ട് പറഞ്ഞു, അവനെ പിടിക്കാൻ പറ്റിയില്ലോ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ എന്റെ അമലു, അവനെ അങ്ങനെ രക്ഷപ്പെട്ട് പാനൊന്നും പറ്റില്ല. ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ മുങ്ങാങ്കുഴിയിട്ട് അവനെ ഞാൻ ചെന്ന് പിടികൂടിയന, അവനെ ഞാൻ തീർത്താനെന്ന് പറയണം. അധികം വൈകാതെ അവനെ പിടികൂടും, നീ ധൈര്യമായിട്ടിരിക്കുക. അവനെ കൊന്ന് ഞാൻ നിന്റെ മുന്നിൽ കൊണ്ട് ഇട്ട് തരും എന്നൊക്കെ അമലുവിനോട് പറയാണ്. അതേ സമയത്ത് ഗംഗാപ്രസാദ് പുഴ നീന്തി അക്കരെ കടന്നിട്ട് തന്റെ കൂട്ടുകാരനെ വിളിക്കുകയാണ്. കൂട്ടുകാരനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ നീ രക്ഷപ്പെട്ടോ, നിന്നെ പിടികൂടിയില്ല അല്ലേ? എന്നെ പിടികൂടിയില്ല എന്ന് പറയണം. എടാ നീ ഇതെവിടെയാ? ഞാൻ പുഴ നീന്തി കടന്ന് നമ്മൾ സ്ഥിരീകരിക്കാനുള്ള ആ പാലമില്ലേ, അതിന്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിരിക്കുക. എടാ നീനും വല്ലതും കഴിച്ചോ? കഴിക്കാൻ കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ഒരു മരച്ചീനി കിട്ടി, അത് കഴിച്ചു. ഭയങ്കര വിശപ്പായിരുന്നടാ, അത് പച്ചയ്ക്ക് ഞാൻ തിന്നെന്ന് പറയണ, അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. എടാ നീ ഒരു കാര്യം ചെയ്യാം, എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വരാം. അല്ല മറ്റവൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അവൻ ആഹാരം മേടിക്കാൻ പോയതാ, ആഹാരം മേടിച്ചോണ്ട് വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, അവനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോവാ. അത് അത്രേ ഉള്ളൂ, ഞാൻ അവനെയും കൂടെ കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞു. പിന്നെ വരണ്ട വഴി അറിയാലോ, വഴി പറഞ്ഞു കൊടുക്കണം. റോഡേ കൂടെ കുറെ ഇങ്ങോട്ട് പോരണം. എന്നിട്ട് അവിടുന്ന് തോട് മുറിച്ച് കിടക്കണം. തോട് മുറിച്ച് കടന്നിട്ട് വേണം വരാനായിട്ട്. അങ്ങനെ വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഫോൺ വെച്ചു. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അമ്മമാര് വന്ന് ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദ് അത് ആർത്തിയോടെ വലിച്ചു വാരി തിന്നുവാണ്. പിന്നീട് പറഞ്ഞു, ആ മരച്ചീനി കഴിച്ചെങ്കിലും വിശപ്പങ്ങ് മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴൊരു സമാധാനം വേദ, ഇനി 2 ദിവസത്തേന് ഇത് മതി, ഒരു സമാധാനത്തോടെ ഇരിക്കാം. അപ്പോഴേക്കും ആഹാരം കൊണ്ടുവന്നവൻ പറഞ്ഞു, അയ്യോടെ ഞാൻ വെള്ളം മേടിക്കാൻ മറന്നുപോയി. വെള്ളത്തിന്റെ കാര്യമില്ല, ആ സാരമില്ല, അത് പുഴയിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടല്ലോ, അത് കുടിക്കാം. പുഴയിലെ വെള്ളം കുടിച്ചൊക്കെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നേ, അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടുന്ന് നമുക്ക് എങ്ങോട്ടേക്കല്ലോ ഒന്ന് മാറിയേ മതിയാവുള്ളൂ. ഇവിടെ നിൽക്കുന്ന അപകടമാണ്. കാരണം ഇവിടെ ഏത് നിമിഷം വേളോ അവന്മാര് വന്ന് സെർച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ടതും ഒരുത്താൻ പറഞ്ഞു, അത് ശരിയാ, ഇനി ഇങ്ങോട്ട് മാറണം. അഴി എങ്ങോട്ടാ മാറുന്നേ? നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാം. നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്തേ ചെയ്യേണ്ടതെന്ന്. ചിലപ്പോൾ ഈ വെളുപ്പാങ്കാലത്ത് 3 മണി 4 മണി സമയത്ത് ഓട്ടോറിക്ഷക്കാർ ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ബസ്സുകാരൊക്കെ വന്ന് പോകുമല്ലോ, അപ്പം ഓട്ടം കിട്ടുമെന്ന് പ്രതീക്ഷ.
അങ്ങനെയാണെങ്കിൽ ഏതേലും ഒരു ഓട്ടോക്കാരനെ വിളിക്കണം, അവന്റെ മൂക്കിടിച്ച് പരത്തിയിട്ട് ആ ഓട്ടോയും കൂടെ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോയി തമ്പടിക്കാന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പത്തിന് ഒരുത്തൻ പറഞ്ഞു, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, നമുക്ക് തമിഴ്നാടിന് കളഞ്ഞാലോ, തമിഴ്നാടിന് കടന്നു കളഞ്ഞാലോ എന്ന് ചോദിച്ചു. തമിഴ്നാടിനോ? എടാ നിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഗംഗാപ്രസാദ് അവന് ഇടിക്കാൻ തുടങ്ങുകയാണ്. അതിനു വേണ്ടിയിട്ടാണോടാ ഇത്ര കഷ്ടപ്പാട് പെട്ടത് ഞാൻ? അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് എന്നേ ആവായിരുന്നു. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എനിക്കിപ്പോൾ അറിയേണ്ടത് ആ കാർത്തിയുടെ കല്യാണം നടക്കോ ഇല്ലയോന്നാ. അവൻ വലിയ ആദർശധീരനാണല്ലോ ആ ദിലീപ്. അതുകൊണ്ട് ചിലപ്പോൾ അവളുടെ കഴുത്തിൽ താലി അടത്താൻ വകയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വിവാഹം മുടക്കണം. കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ അവിടെ നമ്മളുണ്ടായിരിക്കണം. എങ്ങനെയെങ്കിലും ആ വിവാഹം മുടക്കിയാൽ മതിയാവുള്ളൂ. അതാണിപ്പോൾ എൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അത് നടന്നേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൂട്ടുകാരൻ പറഞ്ഞു, അതൊക്കെ നടക്കൂടാ, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസമായി. കല്യാണി എഴുന്നേൽക്കുമ്പോഴും കിരൺ നല്ല ഉറക്കത്തിലാണ്. പാവം, ഇന്നലെ കുറെ ലേറ്റ് ആയിട്ടല്ലേ വന്നേ, വിളിക്കണ്ട, കിടന്നുറങ്ങിക്കോട്ടെ, നല്ല ക്ഷീണമുണ്ടെന്ന് കരുതിയിട്ട് കല്യാണി രാവിലെ പോയി കുളിച്ചു. കുളിയെല്ലാം കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് വന്ന് കാർത്തിയെ വിളിക്കുവാണ്. കാർത്തിയെ വിളിച്ചിട്ട് ചോദിച്ചു, കാർത്തിയേച്ചി ലക്ഷ്മിയമ്മ എഴുന്നേറ്റില്ലെന്ന് ചോദിച്ചു. ഇല്ല, അമ്മ നല്ല ഉറക്കമാന്ന് പറഞ്ഞു. ഇന്നലെ കുറെ താമസമല്ലേ കിടന്നത്. ഈ സമയം കല്യാണി പറഞ്ഞു, എനിക്ക് ക്ഷേത്രത്തിലേക്ക് പോകണം, അച്ഛനെ ഒന്ന് കാണണം, പാവം അച്ഛൻ വിഷമിച്ച് അവിടെ ഇരിക്കുമല്ലേ, അച്ഛനൊന്ന് പോയി സമാധാനിപ്പിക്കണമെന്ന് പറഞ്ഞു. കാർത്തിക പറഞ്ഞു, എനിക്ക് അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോൾ നല്ല സങ്കടം വരുന്നുണ്ട്. ഇനി ഈ കല്യാണം നടക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് സന്തോഷമാവുമായിരിക്കും. കാർത്തിയേച്ചി ആ കാര്യത്തിൽ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. എന്താണെങ്കിലും അവന് ഉറപ്പായിട്ടും കിട്ടും. അവനങ്ങനെ രക്ഷപ്പെട്ടു പോകാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല, അവനിപ്പം ജീവനോടെ ഉണ്ടോ ഇല്ലയെന്ന്? അവൻ ജീവനോടെ കാണും കല്യാണി, അവൻ ജീവനോടെ ഇല്ലാതിരിക്കില്ല. പുഴയെ ചാടിയെന്ന് ഓർത്തുകൊണ്ട് അവൻ മരിക്കാനൊന്നും പോകുന്നില്ല. 10-15 മിനിറ്റോളം അവന് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനൊക്കെ പറ്റും. അങ്ങനെ ചില തന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ അവനറിയാം. അതുകൊണ്ട് അവനിപ്പോൾ അക്കരെ കടന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ കല്യാണം ആണെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് വരാതിരിക്കാൻ പറ്റില്ല, അവൻ വരൂന്ന് പറയണം. അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. എന്താണെങ്കിലും ഞാനെന്തോ ക്ഷേത്രത്തിലേക്ക് ചെല്ലട്ടെ, ഒന്ന് പോയി അച്ഛനെ കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് ബാലണ്ണൻ അങ്ങോട്ട് വരുന്നത്. ബാലണ്ണൻ വന്നിട്ട് അല്ല മോളിത് അങ്ങോട്ട് പോകാൻ തുടങ്ങുക, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകാൻ തുടങ്ങുക. ആണോ? ഞാനേ അച്ഛൻ്റെ 2-3 ഡ്രസ്സ് എടുക്കാൻ വന്നാന്ന് പറഞ്ഞു. ഡ്രസ്സോ? അതെന്തിനാ ഡ്രസ്സ്? ക്ഷേത്രത്തില് 2-3 ഡ്രസ്സിന്റെ ആവശ്യം എന്താ? ക്ഷേത്രത്തിലോ? ബാലണ്ണൻ ചോദിച്ചു, എന്തൊക്കെയാ മോളെ നീ പറയണേ? അപ്പൊ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേന്ന് ചോദിച്ചു. കാര്യങ്ങളോ? എന്ത് കാര്യങ്ങളാ? അത് പിന്നെ പ്രകാശ ഹോസ്പിറ്റലാന്ന് പറയണേ. ഹോസ്പിറ്റലോ? രണ്ടുപേരും എഴുതി മെഷീൻ ഞെട്ടിപ്പോയി. അതെ, ഹോസ്പിറ്റലാന്ന്. അയ്യോ, ഇതെന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. അതെ, ഓഡിറ്റോറിയത്തില് വെച്ചാണ് പ്രകാശന കാര്യങ്ങളൊക്കെ അറിയുന്ന, കല്യാണം മുടങ്ങിയെന്നൊക്കെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം കുഴഞ്ഞു വീണു. അപ്പൊ തന്നെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുക. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയലെന്ന് കിരൺ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറയാതിരുന്നത്. അതുപോലെ പ്രകാശനും പറഞ്ഞു പറയണ്ടാന്ന്. നിനക്ക് വിഷമാവെന്ന് കരുതിയാ പറയാതിരുന്നേ. പക്ഷെ ഇപ്പൊ ക്ഷേത്രത്തിലേക്ക് പോവാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ്. അവിടെ ചെല്ലുമ്പോൾ പ്രകാശനെ കാണാതെ വരുമ്പോ നിങ്ങൾ വിഷമിക്കില്ലേ, അതാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കല്യാണി ചോദിച്ചു, ഇപ്പോഴെങ്ങനെയുണ്ട് എൻ്റെ അച്ഛന്? ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, അതല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നെ. എനിക്ക് പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ, നീ വിശ്വസിക്കണം. ഇപ്പൊ നിന്റെ അച്ഛന് പ്രശ്നമൊന്നുമില്ല. ആഹാരമൊന്നും നേരെ ചൊവ്വേ കഴിക്കുന്നുണ്ടായിരുന്നില്ല. കല്യാണം എന്ന് പറഞ്ഞിട്ട് ഓടി കളിച്ച് നടക്കുമായിരുന്നല്ലോ. അപ്പൊ അതിൻ്റെതായ ക്ഷീണം കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അതെ, ഞാൻ പ്രകാശിനെ കുറിച്ച് ഡ്രസ്സ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. ആ സമയം കല്യാണിക്ക് ഭയങ്കര വിഷമമായി. കല്യാണി പറഞ്ഞു, കാർത്തിയേച്ചി കണ്ടില്ല അച്ഛൻ്റെ അവസ്ഥ, അച്ഛന് നല്ല സങ്കടമുണ്ട്. ഇനി കല്യാണം കൂടെ നടത്തില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചേച്ചി കല്യാണത്തിന് സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം കാർത്തിക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ കാർത്തിക് നിൽക്കുക. കാർത്തിക്ക് ഭയങ്കര വിഷമമായി. അച്ഛൻ്റെ അവസ്ഥയ്ക്കും താനാണല്ലോ കാരണം എന്നൊരു ചിന്ത. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.